ഇത് രണ്ടും കൂടെ. സെൻസർ എന്ന് പറയുന്നത് ഇത് നമ്മളൊന്ന് കണ്ണ് ഒരു 2 സെക്കൻഡിൽ കൂടുതൽ കണ്ണടഞ്ഞിരിക്കുകയാണെങ്കിൽ അപ്പോഴേ അതിന്റെ ഇത് വരും, സൗണ്ട് അലാറം അടിക്കും. അതുപോലെ നമ്മൾ മൊബൈൽ കൈകൊണ്ട് എടുക്കുകയാണെങ്കിലും ചെവിയിൽ വെക്കുകയാണെങ്കിലും മൊബൈൽ കൈകൊണ്ട് എടുക്കുകയാണെങ്കിലും ഈ സൗണ്ട് അലാറം അലാറം. 2 സെൻസറാണ് നമ്മൾ ഡ്രൈവർക്ക് വേണ്ടി വെച്ചത്. അതുപോലെ നമ്മൾ ഓട്ടത്തില് നമ്മളെ കഴുത്ത് ഇങ്ങനെ ആവുകയോ തിരിയുകയോ ചെയ്തു കഴിഞ്ഞാൽ ഇത് അതായത് നമ്മളെ പൊസിഷൻ കറക്റ്റ് ആവണം. അതാണ് ഇത് അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. നമ്മളെ പൊസിഷൻ കറക്റ്റ് ആണ്. അപ്പൊ നമ്മളൊന്ന് ഒരു ചരിവിൽ നമ്മളൊന്ന് ചരിഞ്ഞാലും നമ്മളെ കഴുത്ത് ചരിഞ്ഞു കഴിഞ്ഞാൽ അലാറം അടിക്കും. അപ്പൊ അത് ഡ്രൈവർക്കായിട്ട് വേണ്ടിയുള്ള ഡ്രൈവറുടെ അത് കണ്ണൊന്ന് ഒരു സെക്കൻഡ് നമ്മളൊന്ന് ക്ഷീണിച്ചെന്ന് തോന്നി കഴിഞ്ഞാൽ അപ്പോഴേ അടിക്കും. കാര്യം നമ്മൾ കൂടുതലും നമ്മളിങ്ങനെ ഉറക്കം വരുമ്പോഴേ കഴുത്ത് താരും അങ്ങോട്ടും ഇങ്ങോട്ടും വന്ന് ഇതാവും. പിന്നെ കണ്ണടയുമ്പോഴും ഈ അലാറം അടിക്കും. അത് കൊള്ളാം കേട്ടോ. അപകടം ഒഴിവാക്കാൻ വേണ്ടി മെയിനായിട്ട് ഡ്രൈവർ ക്ഷീണിച്ച് ഉറങ്ങി ഉള്ള അപകടങ്ങൾ ഒഴിവാക്കാനായിട്ടുള്ള സെൻസറാണ്. പരിധി വരെ ഇത് വളരെയധികം സഹായിക്കും. ഗിയർ വരുന്നത് 10 ഗിയറാണ്. 10 ഗിയറിൽ ഒരു റിവേഴ്സും ഒന്ന് സി ആണ്. സി ആവശ്യമുണ്ടെങ്കിൽ മാത്രം നമ്മൾ ഉപയോഗിച്ചാൽ മതി. വളരെ ഒരുപാട് ഏരിയൊക്കെയാണ് അല്ലെങ്കിൽ എവിടെയെങ്കിലും കയറാതെ ഒരു മുഴങ്ങ കട്ടിങ് ഒക്കെ വരികയാണെങ്കിൽ മാത്രം അത് ഉപയോഗിക്കും, കൂടുതൽ പവറിന് വേണ്ടിയിട്ട്. അതങ്ങനെ സി ഗിയറും റിവേഴ്സ് ഗിയറും ഒരേ പവറാണ് വരുന്നത്. ഒരേ പവറിലുള്ള അതാണ് സി ഗിയർ റിവേഴ്സ് ഗിയർ. അതിൽ തന്നെ ഒരു ഷിഫ്റ്റിങ്ങിൽ വരുന്നത് 6 ഗിയറാണ്. ഒരു ഷിഫ്റ്റിങ്ങിൽ വരുന്നത് ആ സി ഉൾപ്പെടെ 6 ഗിയർ. രണ്ടാമത്തെ ഷിഫ്റ്റിങ്ങിൽ വരുന്നത് 4 ഗിയറാണ്. അത് 5, 6, 7, 8 അങ്ങനെയാണ് അതിന്റെ. 1, 2, 3, 4 കഴിഞ്ഞിട്ട് അടുത്ത ഒരു സെക്ഷൻ ഉണ്ട്. അത് അപ്പുറത്തോട്ട് തട്ടി മാറ്റിയിട്ടാലേ അടുത്ത ഗിയറോട്ട് ഇടാൻ പറ്റും. ഗിയർ വർക്കാവും. അപ്പൊ അത് അടുത്ത 5ാമത്തെ തൊട്ടുള്ള ഗിയർ സ്പീഡ് ഗിയറുകളാണ്. വലിയ പവർ വരുന്നില്ല, സ്പീഡ് ഗിയറാണ്. വണ്ടി ഒരിടത്തും നിൽക്കുന്നില്ല, വണ്ടി ഇങ്ങനെ ഓടിക്കൊണ്ടേയിരിക്കും. അപ്പൊ നമ്മള് വീട്ടിൽ പോകുന്നില്ല. ഇതിൽ തന്നെ ഇത് തന്നെയാണ് വീടാണ് നമ്മളെ രണ്ടുപേരുടെ വീട് ഇത് തന്നെയാണ്. നോക്കിയാണ് വീട്, കിടക്കാൻ റൂം എല്ലാം ഉണ്ട്. ഫുൾ സൗകര്യമുള്ള ലക്ഷറി ടിപ്പറാണല്ലേ. 16 വീല്. ഇത് കഴിഞ്ഞാൽ അടുത്തൊരു മോഡലാണ്. റിവേഴ്സ് ക്യാമറ. റിവേഴ്സ് ക്യാമറ. ഇതാണ് നമ്മുടെ ലിഫ്റ്റ് ചെയ്യുന്ന ടയർ. ലിഫ്റ്റ് ആക്സി ടയറാണ് ഇത്. വന്നിട്ട് നമ്മൾ ലോഡ് വണ്ടിയിലാണ് ഇത് താന്ന് കിടക്കുന്നത്. കാലിക്ക് ഇത് ഓട്ടോമാറ്റിക്കലായിട്ട് പൊങ്ങിക്കും. ഇതെല്ലാം ഓട്ടോമാറ്റിക്കലാണ്. നമ്മൾ ഇതിനെ പറ്റി ഒന്നും അറിയണ്ട. ഇതിനുവേണ്ടി സെപ്പറേറ്റ് സ്വിച്ച് ഉണ്ട് നമുക്ക്. ഈ വണ്ടി സാധാരണ ലോഡ് കയറുമ്പോഴത്തേക്ക് ഇത് ഓട്ടോമാറ്റിക്കായിട്ട് താരും. പിന്നെ ഇത് ടേണിങ്ങിൽ തിരിയുമ്പോഴത്തേക്കും ഇത് ഓട്ടോമാറ്റിക്കലി പൊങ്ങും. കാരണം ടേണിങ് തിരിയുമ്പോൾ ഈ ടയറിന് നമുക്ക് ആവശ്യം വരുന്നില്ല. റൊട്ടേഷൻ വരുമ്പോൾ ഈ ടയറിന് കൂടുതൽ പിടുത്തം വരും. അപ്പൊ ടയറിന് കൈമൂനും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. ഇത് ഓട്ടോമാറ്റിക്കായിട്ട് പൊങ്ങിയ പിന്നെ 20 കിലോമീറ്റർ മൈൽ സ്പീഡ് താഴെയാണെങ്കിൽ ഇത് പൊങ്ങി ആയിക്കോളൂ, താരത്തില്ല. അങ്ങനെ കുറച്ച് ഫീച്ചേഴ്സും കാര്യങ്ങളും ഈ ടയറിന് വൻ വിഷയമാണ്. വണ്ടി നമ്മുടെ AC ക്യാബിനാണല്ലേ? ഇത് AC ക്യാബിനാണ്. പിന്നെ പാർ ബെൻസിനെ സംബന്ധിച്ച് എല്ലാ വണ്ടി AC ക്യാബിനും കാര്യങ്ങളൊക്കെയാണ്. ഡ്രൈവർമാർക്കുള്ള ഒരു ബുദ്ധിമുട്ട് കുറയ്ക്കാൻ വേണ്ടിയാണ് AC ക്യാബിൻ എല്ലാവരും ഇറക്കിയിരിക്കുന്നത്. ഇതാണ് ആഡ് ബ്ലൂ അല്ലേ? പൊല്യൂഷൻ കുറയ്ക്കാനായിട്ടുള്ള BS4 തൊട്ടാണ് ഈ ആർട്ട് ബ്ലൂവിന്റെ ഒരു സിസ്റ്റം വന്നിട്ടുള്ളത്. ഭാരത് ബെൻസിൽ ഇറക്കിയത്. ഭാരത് ബെൻസ് അല്ല, ഇപ്പൊ എല്ലാ കമ്പനിയും എല്ലാ വണ്ടിക്കും ആർട്ട് ബ്ലൂ BS4 ശേഷം ഇറങ്ങിയിട്ടുള്ളത്. പിന്നെ ഇതിനെ സംബന്ധിച്ച് ഇതിന്റെ സ്റ്റെപ്പിന് കാര്യങ്ങളൊക്കെയാണ് നമ്മള് പണ്ട് കിണറ്റില് കപ്പിങ് ഇടുന്ന കണക്കാണ്. അത് കണക്കാണ് നമ്മൾ സ്റ്റെപ്പിന് ഇറക്കേണ്ട. അതിൽ മാത്രമാണ് നമുക്ക് ഡ്രൈവർമാർക്ക് പറ്റുന്നിട്ടുള്ള ബുദ്ധിമുട്ടും കാര്യങ്ങള്. മോളിലാണല്ലേ? ഇത് മുകളിലാണ്. ഇതിന്റെ അകത്തുനിന്ന് നമ്മള് ലിവർ, ഒരു ഹാൻഡ് ലിവർ വരുന്നുണ്ട്. ആ ലിവർ വെച്ച് കറക്കി കിണറ്റിന് എങ്ങനെയാണ് നമ്മൾ വെള്ളം കോരുന്നത് അതേ കണക്ക് നമ്മൾ കോരുന്ന ഇടിച്ചിറക്കണം. അത് കണക്കാണ് ഇതിന്റെ സ്റ്റെപ്പിന് വന്നിരിക്കുന്നത്. കാര്യം ഇതിന് ഓൾറെഡി 16 വീൽ എടുക്കുന്ന ഇതിന് സ്റ്റെപ്പിന് വയ്ക്കാൻ വേണ്ടി സ്പേസ് ഇതിലൊരു കണ്ടെത്തിയിട്ടില്ല. അപ്പൊ ആ ഉള്ള സ്പേസ് എന്ന് പറയുന്നത് ഇത് മാത്രമേ ഉള്ളൂ. ഈ ഗ്യാപ്പിലാണ് സ്റ്റെപ്പിന് അവർ അലോഡ് ചെയ്തിരിക്കുന്നത്. പിന്നെ ഇറക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ടതെന്ന് പറഞ്ഞാൽ ക്യാബിൻ മറിച്ചേ പറ്റുള്ളൂ. പൊക്കി വെച്ചിട്ട് 2 പേര് വേണം ഇറക്കാനും കയറ്റാനും. 2 പേരുണ്ടെങ്കിൽ അത് ലിവറിഞ്ഞ്
വെളിയിലോട്ട് തള്ളണം. ഒരാൾ തള്ളണം, ഒരാൾ കറക്കി അറേഞ്ച് ചെയ്യണം, ഒരാൾ മാനേജ് ചെയ്ത് ഇറക്കണം. അപ്പൊ തിരിച്ച് കയറ്റുന്ന അതാണൊക്കെ തന്നെ ഏറ്റവും കൂടുതൽ പാട് തിരിച്ചു കയറ്റുന്നതാണ്. കുറെ നാൾ കഴിയുമ്പോഴത്തേക്ക് അത് തുരുമ്പാവും. അപ്പൊ നമ്മള് മെയിൻറ്റെയിൻസ് ചെയ്തില്ലെങ്കിൽ അത് ഡാമേജ് ആവും. കയറ്റുന്ന സമയത്ത് പൊട്ടിപ്പോയാണെങ്കിൽ പാടാണ്, നിൽക്കുന്നവർക്ക് പാടായിരിക്കും. ഇതൊക്കെ AC-യുടെ ഇത് AC-യുടെ സ്വിച്ച്, ഇത് 4 ഇൻഡിക്കേറ്റർ, ഇത് എഞ്ചിൻ സ്വിച്ച്. എഞ്ചിൻ സ്വിച്ച് എന്ന് പറയുന്നത് നമ്മൾ മാക്സിമം ലോഡ് വണ്ടിയിൽ എഞ്ചിൻ സ്വിച്ച് ഉപയോഗിച്ചാണ് വരുന്നത്. അപ്പോൾ ലൈനിന്റെ തേയ്മാനവും നമുക്ക് ബ്രേക്ക് കൂടുതൽ നമുക്ക് കിട്ടുകയും ചെയ്യും. കാലുവണ്ടിക്കും നമ്മൾ എഞ്ചിൻ ബ്രേക്ക് ഇട്ടായിരിക്കും പോകുന്നത്. അപ്പോഴത്തേക്കും ലൈനിന്റെ ലൈഫ് നമുക്ക് ഒരുപാട് കിട്ടും. അതിനാണ് ഈ എഞ്ചിൻ സ്വിച്ച് എന്ന് പറയുന്നത്. ഇത് വിൻഡോടാ. ഇതെല്ലാം ഇത് 2 ടിപ്പ് വെക്കുന്നതിനുള്ള സ്വിച്ചാണ്. ഇത് ഡബിളിന്റെ സ്വിച്ച് എന്ന് പറയുന്നത്. നമുക്ക് ഹൗസിംഗിൽ 4 വീല് വരുന്നതിൽ നമ്മൾ ആ വണ്ടി എവിടെയെങ്കിലും ടയർ റൊട്ടേറ്റ് ചെയ്ത് കറങ്ങിക്കൊണ്ടിരിക്കുകയാണെങ്കിൽ ഈ സ്വിച്ച് നമ്മൾ ഇട്ടിട്ടാണ് നമ്മൾ വണ്ടി കയറ്റുന്നത്. ഇതൊക്കെ എന്ന് പറയുന്നത് മീറ്ററിനകത്ത് നമ്മൾ ഡീസൽ എത്ര ചിലവാകുന്നുണ്ട്, നമ്മളെ ആഡ് ബ്ലൂ, നമ്മളെ എല്ലാ കാര്യങ്ങളും ഇതിനകത്ത് അറിയാൻ പറ്റും. മീറ്ററിൽ കാണാനായിട്ടല്ലേ? മീറ്ററിൽ അറിയാൻ വേണ്ടി വണ്ടി ആഡ് ബ്ലൂ നമുക്ക് ഡീസലിന് എത്ര ലിറ്റർ ഉണ്ട്, എത്ര കിലോമീറ്റർ ഓടും, അതിന്റെ ഒക്കെ സ്വിച്ചാണ് ഈ സ്വിച്ച് എന്ന് പറയുന്നത്. ഈ സ്വിച്ച് എന്ന് പറയുന്നത് ലൂയിസ് കൺട്രോൾ സ്വിച്ച് ആണ്. അതായത് നമുക്കൊരു 11 RPM വെച്ചിട്ടാണെങ്കിൽ നമുക്ക് ലൂയിസ് കൺട്രോൾ സ്വിച്ച് ഇട്ട് കഴിഞ്ഞാൽ ആക്സിലേറ്റർ ചവിട്ടേണ്ട, ഓട്ടോമാറ്റിക്കലായിട്ട് മൂവിങ്ങിലേക്കും. ഇത് വന്നിട്ട് നമ്മളെ പൊല്യൂഷൻ കൺട്രോളിങ്ങിന്റെ സ്വിച്ച് ആണ്. ഇത് പൊല്യൂഷൻ കൺട്രോളിങ്ങിന്റെ സ്വിച്ച് ആണ്. ഇത് നമ്മൾ അതിൻ്റെ അകത്ത് കാണിക്കും, പൊല്യൂഷൻ്റെ ഇത് കാണിക്കുകയാണെങ്കിൽ നമുക്ക് അന്നേരത്ത് നമുക്ക് പമ്പിലോ അങ്ങനെ എന്തെങ്കിലും കയറുകയാണെങ്കിൽ നമുക്ക് അത് ഓഫ് ചെയ്യാനുള്ള ഓഫിംഗ് മോഡും സ്വിച്ചും കാര്യങ്ങളൊക്കെയാണ്. പിന്നെ ഇവിടെ ഒരു സ്വിച്ച് വന്നിട്ട് എന്ന് പറയുന്നത് പവർ മോഡ്, ഇക്കോ മോഡ് എന്ന് പറയുന്ന സ്വിച്ച് ആണ്. ഇത് നമ്മള് ലോഡ് വണ്ടിയിലാണെങ്കിൽ പവർ മോഡ് ഇട്ട് ഓടിക്കും, കാലിക്കാണെങ്കിൽ നമ്മള് ഇക്കോ മോഡ് ഇട്ടാണ് വണ്ടി ഓടിക്കുന്നത്. വേറെ സ്വിച്ച് പിന്നെ ഇവിടെ ഹെഡ്ലൈറ്റിന്റെ സ്വിച്ചും കാര്യങ്ങളും വരുന്നത്. ഇനി താഴെയാണ് ഹെഡ്ലൈറ്റിന്റെ സ്വിച്ചും കാര്യങ്ങളും വരുന്നത്. ഇവിടെയാണ് ഹെഡ്ലൈറ്റിന്റെ സ്വിച്ചും കാര്യങ്ങളും വരുന്നത്. ഇവിടെ എയർ ബ്രേക്കിന്റെ ഒക്കെ ഇതല്ലേ? ഇത് ഹാൻഡ് ബ്രേക്ക് ആണ്. ഇത് വന്നിട്ട് റിവേഴ്സ് ക്യാമറ ഉണ്ടല്ലേ? റിവേഴ്സ് ക്യാമറയാണ്. ടിപ്പറിൽ റിവേഴ്സ് ക്യാമറ ഉണ്ട്. പിന്നെ ബാക്കില് ബർത്ത് കാര്യങ്ങൾ, ഒരു ഡ്രൈവർ ഡ്രൈവ് ചെയ്യുമ്പോഴത്തേക്ക് ഒരാൾക്ക് കിടന്ന് റെസ്റ്റ് ചെയ്യാനായിട്ട് നല്ല കംഫർട്ടബിൾ ആയിട്ടുള്ള ബർത്തും കാര്യങ്ങളൊക്കെയാണ്. ആയിട്ടാണ്, അടിപൊളിയാണ്. പിന്നെ എന്ന് പറയുന്നത് നമുക്ക് സസ്പെൻഷനും കാര്യങ്ങളും ഇതിലുണ്ട്. സീറ്റിൽ തന്നെ നമുക്ക് കട്ടലും കാര്യങ്ങളും ചാടായിരിക്കും. സസ്പെൻഷനും കാര്യങ്ങളും സീറ്റ് ആക്ഷൻ ആവുന്ന സീറ്റുകളാണ്. പിന്നെ വന്നിട്ട് ഏറ്റവും നമ്മള് സാധാ കാർ ഓടിക്കുന്നതൊക്കെ ഫീലിംഗ് ആണ് ഈ വലിയ വണ്ടി. കൂളായിട്ട് ഓടിച്ചിട്ടുണ്ടല്ലേ? ഇത്രയും വലിയ വണ്ടിയാണെന്നുള്ള വണ്ടിയാണ്. വലിയ ക്ഷീണവും കാര്യങ്ങളും നമുക്ക് അറിയുന്നില്ല. എമർജൻസി ആയിട്ട് നമുക്ക് തീ അണയ്ക്കാനായിട്ട് ഉപയോഗിക്കുന്ന ഒരു ഫയറിംഗ് എക്സ്റ്റിംഗ്വിഷറാണ്. നമ്മുടെ യാത്ര രാവിലെ ട്രിവാൻഡ്രം കഴക്കൂട്ടത്ത് നിന്ന് ആരംഭിച്ചു. ഞാൻ വെഞ്ഞാറമൂട് നിന്നവരോടൊപ്പം കൂടി തെന്മല വഴി തെങ്കാശി കയറി. അവിടെ നിന്ന് തെന്മല വഴി സെങ്കോട്ട എത്തി. അവിടെ നിന്ന് തെങ്കാശി കയറിയിട്ട് നമ്മള് ലോഡ് എടുത്ത് ഇനി നമ്മള് തിരിച്ചു പോണത് കൊല്ലത്തോട്ടാണ്. അവിടെയാണ് ലോഡ് ഇറക്കാനുള്ളത്, അല്ലേ?